ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ രണ്ടുപേരും എന്നിൽ നിന്നെന്തോ ഒളിക്കുന്നുണ്ട്. പറ, എന്തിനാ എന്നെ കണ്ടപാടുന്ന് മാറിക്കളഞ്ഞേ? പറ ശാരദം, എന്താ പ്രശ്നം? എന്താ മോനെ? അത് പിന്നെ ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. ഉപേന്ദ്രൻ വന്നതും ബിസിനസ് ചെയ്തതും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി കൂട്ടു ബിസിനസ്സിൽ പങ്കുകൊള്ളേണ്ടി വന്നതുമെല്ലാം സത്യാമ്മയുടെ നിർദ്ദേശത്തോട് തന്നെയായിരുന്നു. പിന്നെ എനിക്കൊരു തെറ്റുപറ്റി. അതിന് പ്രായശ്ചിത്തമായിട്ട് അത് ഞാൻ എഴുതി തരികയും ചെയ്തു. എന്തായാലും മറ്റൊരു കൂര ഒപ്പിക്കുന്നതുവരെ, ഒരാശ്രയം കാണുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അതുവരെ ഒന്ന് ക്ഷമിക്കുക, സഹിക്കുക. അത്രേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. ക്ഷമേ, വന്നേ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? ഇതെന്താ ഈ 170 രൂപ? അത് 3 നോട്ടീസ് വിട്ടതിന്റെ വെച്ചിട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ഓ, ഇനിയോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. കത്തിയല്ലേ ഇത്, കൊടുവാളാ, കൊടുവാള്. ഓ, നമുക്കും കേറി ചെന്ന് കാര്യം പറഞ്ഞാലോ? അമ്മാനെയും വിളിക്കാന്നല്ലേ പറഞ്ഞത്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. വിളിച്ചില്ലെങ്കിൽ നമുക്ക് കയറി ചെല്ലാം. ഇവനിതകത്തുനിന്നെടുക്കുക, പുറത്തേക്ക് ഇടേണ്ട സമയമില്ലോ. കേറി നോക്കണോ? അവൻ അത്രയ്ക്കങ്ങട് നമ്പാൻ കൊള്ളില്ല. ബാഗിന്റെ തറ വരെ തുറന്നു പോകാൻ എടുക്കുള്ളവനാ. കേറി നോക്കാം. ആ മണിയൻ, ആ പേപ്പറുകളെല്ലാം ഉണ്ടോന്ന് ഉറപ്പ് വരുത്തിക്കോ കേട്ടോ. അതൊക്കെ ഇവിടെ കൊടുക്കേണ്ടി വരും. ഇതെന്താ ഇവിടെ? ഞാൻ നോക്കിയപ്പോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണം. ഇതെന്താ ബാങ്കില് ഒരുപാട് പേപ്പറൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആ ആശാനെ, മുഴുവൻ സ്വർണ്ണമുണ്ട്, പറഞ്ഞ തൂക്കമുണ്ട്. തൽക്കാലേ നീ ഇത് പിടിക്കേ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ കണക്ക് നോക്കിയിട്ട് പറയാം. ആ റെസീറ്റ് അല്ലേ? ഇതിനിടയ്ക്ക് അവരിതോടെ പോയി. ദേ അങ്ങോട്ട് പോയല്ലോ അവരിപ്പോ. അങ്ങോട്ടാ? അല്ല, ഇവിടെ ഇരുന്ന് രണ്ടുപേര്, ഒരു ഗോപാലനും ശാരദയും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അതെ, എന്താ കാര്യം? എന്താ? ലോൺ അത്യാവശ്യമാണെന്ന് പറഞ്ഞു വന്നതാ. ഇതവരവിടെ പോയി? ലോണോ? നീ എന്നെ കണ്ടതെന്നോ ഒരു പെട്ടെന്ന് ഇവിടെ പോയേ? എന്തോ ഒരു കള്ളത്തിലുണ്ടല്ലോ. എന്നാ പിന്നെ അറിഞ്ഞിട്ടെന്നെ കാര്യം. ശാരദ, നിങ്ങളെന്തിനാ എന്നെ കണ്ടപ്പോ പെട്ടെന്ന് പോയി കളഞ്ഞേ? അത് പിന്നെ അല്ല, നിങ്ങളെന്തിനാ ഇപ്പൊ ലോൺ എടുക്കുന്നേ? അല്ല
അല്ല മോനെ, അത് ശാരദാമ്മേ, ശാരദാമ്മയ്ക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ. ഏഹ്, നിങ്ങൾ രണ്ടുപേരും എന്നിൽ നിന്നെന്തോ ഒളിക്കുന്നുണ്ട്. പറ, എന്തിനാ എന്നെ കണ്ടപാടുന്ന് മാറിക്കളഞ്ഞേ? പറ ശാരദ, പറ ശാരദാമ്മ, എന്താ പ്രശ്നം? എന്താ മോനെ, അത് പിന്നെ ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. ഇനിയൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. ഇതെന്ത് IAS കോട്ടയിൽ ഒരു IPS സാന്നിധ്യം? IPS അങ്ങനെ ഒരിടത്തുനിന്നും ഒഴിവാക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മന്ത്രി ശിവദാസ മേനോന്റെ അദാലത്താ. ഒരു 3-4 മണിക്കൂർ അങ്ങനെ പോയി കിട്ടി. നിങ്ങൾ തന്നെ ഭരണം വാങ്ങിക്കൊടുത്ത് കസേര പിടിച്ചിരുത്തിയതല്ലേ? അനുഭവിച്ചോ? നിങ്ങൾ പിന്നെ IAS-കാര് ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിരിക്കുമല്ലോ. ഞങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഓടി മാറുന്നത് പോലെ മാറാൻ പറ്റില്ലെന്ന് മാത്രം. എനിവേ, ഞാൻ ശാലിനി ഒന്ന് കാണാനിരിക്കുമായിരുന്നു. വൈ? ഒഫീഷ്യലോ അതോ അൺഒഫീഷ്യലോ? ഏത് തരത്തിൽ വേണമെങ്കിലും പെടുത്താവുന്നതാണ്. വിഷ്ണുവിന്റെ കാര്യം തന്നെയാ. ആരൊക്കെയോ വല്ലാതെ കയറി നിരങ്ങുന്നുണ്ട് മന്ത്രിമാരുടെ കാൽക്കൽ. അതിന്റെ വാങ്ങൽ രഹസ്യമായി കിട്ടിയെന്ന് തന്നെ പറയാം. അപ്പോ സീരിയസ് മാറ്റർ ആണ്. അതെ, വിഷ്ണുവിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. പഴയ കേസ് ഫയലുകളൊക്കെ തെരഞ്ഞ് ഗുണ്ടാ ലിസ്റ്റിൽ പേര് തിരികെ കയറ്റാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഭരിക്കുന്ന പാർട്ടിയുടെ കാവൽ പോലീസുകാരാ ശ്രമത്തിന് പിന്നിൽ. അപ്പോ ഇതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുമല്ലോ. വിഷ്ണുവിനെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുത്തി കാപ്പ ചുമത്താനുള്ള നിഗൂഢമായ ശ്രമം. പഴയ കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പൊക്കിക്കൊണ്ടുവന്നാ ലക്ഷ്യം ഈസിയായിട്ട് നിറവേറ്റാവുന്നതാണ്. അതിപ്പോ ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അടിപിടി കേസുകളിൽ നിന്നും മറ്റു പ്രവൃത്തികളിൽ നിന്നും ഒക്കെ വിഷ്ണുവിനെ മാറ്റി നിർത്തണം. ഒരു മര്യാദരാമന്റെ പട്ടം തലയിൽ ചൂടിക്കൊടുക്കണം. ഒരാൾ തിരക്കി വന്നാ പോലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുവെന്ന് പറയിപ്പിക്കണം. എന്താ, പറ്റുമോ? വിഷ്ണുവേട്ടന്റെ കാര്യമാണ്. ശ്രമിക്കാം. ശ്രമിച്ചാൽ മാത്രം പോരാ, വിഷ്ണുവിനോട് ശരിക്കൊന്ന് ശ്രദ്ധിക്കാൻ പറയണം. കാരണം ശത്രു ശക്തനായി മുന്നിൽ നിന്നാൽ പൊരുതി ജയിക്കാനാവും. പക്ഷേ ഒളിയമ്പുമായി മറഞ്ഞിരുന്ന് ആക്രമിക്കുമ്പോൾ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാ നേരിടേണ്ടത്. സംസാരിച്ചു നോക്ക്. വിഷ്ണുവിനെ കാണുകയാണെങ്കിൽ ഞാനും സൂചിപ്പിച്ചേക്കാം. ഹലോ, അതെ,